എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വൈകുന്നേരത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല മഴയായിരുന്നു. നല്ല മഴയത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് പോയി വന്നു, ചായ കുടിക്കണം. ഇനി എനിക്ക് കുളിക്കണം. എൻ്റെ മുടിയൊക്കെ ആണെങ്കിൽ ആകെ ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ തേച്ചിട്ട് കുളിക്കാൻ പോവുകയാണ്. കുളി കഴിഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞ് മോനാണുള്ളത്. 7 മാസം പ്രായമായിട്ടുണ്ട്. അപ്പം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ അമ്മയുടെ കൂടെയാണ്. അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കണം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ അതുപോലെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട്. നാളെയും ജോലിക്ക് പോകണം. അപ്പോൾ പോകാനുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. അതുപോലെ വീട്ടിലിവിടെ ഞങ്ങൾ 7 പേരുണ്ട്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും നടക്കുന്നു. ഇത്രയും നേരമാണെങ്കിൽ അമ്മ കുഞ്ഞിൻ്റെ കൂടെ ആയതുകൊണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പണികൾ അടുക്കളയിലൊക്കെ ആണെങ്കിലും ഒന്നും തീർന്നിട്ടില്ല. ഞാൻ ചോറുണ്ടിട്ട് നാളത്തേക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്ത് ഇന്നേ എടുത്തു വയ്ക്കും. എന്നാലാണ് നാളെ രാവിലെ തിരക്ക് കൂടാതെ കാര്യങ്ങൾ നോക്കി പോകാനൊക്കെ പറ്റത്തുള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർച്ച് 19-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വെറുതെ എല്ലാവരുമായിട്ടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ആർക്കെങ്കിലും അത് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ എനിക്കതിൽ ഒത്തിരി സന്തോഷം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ അതിന് വേണ്ടി കൂടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാനെൻ്റെ കുട എടുത്ത് വയ്ക്കും. ഇത് എൻ്റെ കുടയല്ല കേട്ടോ, സോറി. ഞാൻ പറഞ്ഞല്ലോ, വൈകിട്ട് വന്നപ്പോൾ നല്ല മഴയായിരുന്നു. ഞാൻ കുട എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു ചേച്ചി എനിക്ക് കുട ഒന്ന് സഹായിച്ചതാണ്. നാളെ മറക്കാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉണക്കിയിട്ട് ഇപ്പോൾ തന്നെ ബാഗിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ചുരിദാർ തയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിനോടൊപ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കുന്ന കാര്യത്തിൽ ഒട്ടും തന്നെ മടി വിചാരിക്കരുതെന്ന് കേട്ടോ. അത് ചെറിയൊരു കാര്യമായിക്കോട്ടെ വലിയൊരു കാര്യമായിക്കോട്ടെ, എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഒരു ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും അപ്രിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ അങ്ങനെ ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ള കാര്യം. രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, മേ ബി നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടിരിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നു, അല്ലെങ്കിൽ ബുക്സ് വായിക്കുന്നു, ഓഡിയോസ് കേൾക്കുന്നു, അങ്ങനെ പലതും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനോടൊപ്പം തന്നെ നമ്മളൊരു നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന മെയിൻ പോയിൻറ്റ്സ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന് ശരിക്കും നമ്മുടെ ലൈഫിൽ നല്ല രീതിക്കൊരു ഇൻഫ്ലുവൻസ് ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. മറ്റേത് നമ്മളിങ്ങനെ വായിച്ചു പോയി അല്ലെങ്കിൽ വീഡിയോ കണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്കത് പലതും പോയിൻറ്റ്സ് നമുക്ക് മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിലും നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മൾ വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ടു ഡു ലിസ്റ്റ് ചെയ്യാനുള്ളത് എപ്പോഴും പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡേ നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ആ ടു ഡു ലിസ്റ്റിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും ഒരു ദിവസം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പലതും ഉണ്ടായേക്കാം. അങ്ങനെ ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഈവെന്തോ ഞാൻ പറയുന്നത് ഒരു ഫ്രണ്ടിന് കോൾ ചെയ്യണമെന്ന് വരെ നമ്മൾ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുവരെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വിട്ടുപോകാതെ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം മുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ടു ഡു ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എഴുതുകയാണെങ്കിൽ ആ ഡേ നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്, പക്ഷേ അതിന് നമ്മൾ വിചാരിച്ചൊരു റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, അങ്ങനെ ഒരു കാര്യം നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കരുത്. നമ്മളെപ്പോഴും അതിൻ്റെ
നെക്സ്റ്റ് അതിൻ്റെ ഒരു കാര്യം സംഭവിച്ചു, ഇനി നമുക്കത് മാറ്റാൻ പറ്റത്തില്ല സംഭവിച്ച കാര്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിന് എന്താണ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ചും കൂടെ ധൈര്യം പകരും, നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ബെറ്ററായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയാറുള്ളൊരു കാര്യമാണ്. അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആവുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു പേഴ്സണായിരുന്നേ. അപ്പോൾ ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു, നമ്മൾ കുറച്ചും കൂടെ ഒരുപാട് ഫാസ്റ്റായിട്ടല്ല, എന്നാലും നമ്മൾ കറൻ്റ് ഇപ്പോൾ എങ്ങനെയാണോ ചെയ്യുന്ന കാര്യങ്ങൾ അതിനേക്കാൾ ഒരു കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്ന് നോക്കാൻ പറയാറുണ്ട്. ശരി കേട്ടോ, അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയ പിന്നെ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മെയിൻലി കുറച്ച് കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.